പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റിലെ റുപ്പീസ് പൈസ കൺവേർഷൻ എന്നുള്ള പോർഷനാണ്. ഇതിനു മുൻപുള്ള 2 പോർഷൻസും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലെങ്ത് കൺവേർഷനും വെയിറ്റ് കൺവേർഷനും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പം പൈസയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? 100 പൈസ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 1 റുപ്പിക്ക് ഈക്വലാണ്. അപ്പോൾ നോക്കിയാൽ 1 റുപ്പി എന്ന് പറയുന്നത് എന്താണ്? 100 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 1 പൈസ എന്തായിരിക്കും? 1 പൈസ എന്ന് പറയുന്നത് എന്താണ്? 1/100 റുപ്പിയാണ്. ഈ 1/100 എന്ന് പറയുന്നത് എന്താണ്? 0.01 ഡെസിമൽ പോയിന്റിൽ എഴുതിയാൽ 0.01 റുപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 1 റുപ്പി എന്ന് പറഞ്ഞാൽ 100 പൈസ. 1 പൈസ എന്ന് വെച്ചാൽ 1/100 റുപ്പി. അപ്പോൾ ഈച്ച് പൈസ ഈസ് 1/100th ഓഫ് എ റുപ്പി. ഒരു റുപ്പിയുടെ 1/100th ആണ് 1 പൈസ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 75 പൈസ എന്തായിരിക്കും? 75 പൈസ എന്ന് പറയുന്നത് 75/100 റുപ്പിയാണ്. അതായത് 100th റുപ്പിയുടെ 75 പാർട്സ് ആണ് 75 പൈസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 75 പൈസ നമുക്ക് 75/100 റുപ്പീസ് എന്ന് എഴുതാം. ഈ 75നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 70 + 5 എന്ന് എഴുതാം. അതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. 70/100 + 5/100 റുപ്പീസ്. ഇവിടെ നമുക്ക് ഈ 70/100 അല്ലെങ്കിൽ 70 hundredths എന്ന് പറയുന്നത് എന്താണ്? 7 tenths ആണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 70യുടെ ഒരു 0യും 100ൻ്റെ ഒരു 0യും കട്ട് ചെയ്താൽ ബാക്കി 7 tenths ആണ് ഇവിടെയുള്ളത്. അപ്പോൾ ഡെസിമൽ പോയിന്റിൽ എഴുതുമ്പോൾ നമുക്കിവിടെ ടെൻസിൻ്റെ പ്ലേസുമുണ്ട്, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസും ഉണ്ട്. അപ്പോൾ ഡെസിമൽ പോയിന്റിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 0.10ൻ്റെ പ്ലേസിൽ 7, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 5. അപ്പോൾ 0.75 എന്ന് കിട്ടി. ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക. പൈസയിലാക്കുമ്പം എത്ര കൊണ്ടാണ് ചെയ്യുന്നത്? റുപ്പീസിനെ പൈസയാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റുപ്പീസ് ഈസ് ബിഗ്ഗർ ക്വാണ്ടിറ്റി ആൻഡ് പൈസ ഈസ് സ്മോളർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി പൈസ റുപ്പീസിലാക്കാനാണെങ്കിലോ? പൈസ റുപ്പീസിലാക്കാനാണെങ്കിൽ 100 കൊണ്ട് നമ്മൾ ഡിവിഷൻ ചെയ്യും. ഇനി നോക്കിയാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ. റുപ്പീസിനെ പൈസയാക്കണം, ഇല്ലെങ്കിൽ പൈസയെ റുപ്പീസ് ആക്കണം. ഇനി 10 പൈസ. 10 പൈസ എന്ന് പറയുന്നത് എത്ര റുപ്പീസാണ്? അപ്പോൾ പൈസയെ ഇവിടെ എന്താക്കുക? റുപ്പീസ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 10 പൈസ റുപ്പീസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എത്രയാണ്? 10 hundredth റുപ്പീസാണ് എന്ത്? 10 പൈസ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് 2 zeros ഉണ്ട്. അതുകൊണ്ട് ഡെസിമൽ പോയിൻ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇവിടെ പോകും. അപ്പോൾ 0.10 റുപ്പീസാണ് 10 പൈസ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 0.05 റുപ്പീസ് എത്ര പൈസയാണ്? 0.05 റുപ്പീസ് എത്ര പൈസയാണ്? അപ്പോൾ ഇവിടെ റുപ്പീസിനെ പൈസയാക്കുവാണ് അല്ലേ? അതായത് ബിഗ്ഗർ ക്വാണ്ടിറ്റി സ്മോളർ ആക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? 100 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെ നിന്ന് 2 places ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് വരും? 5 point എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഡിജിറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ എഴുതണ്ട, 5 പൈസ എന്ന് എഴുതിയാൽ മതി കേട്ടോ. 0.05 റുപ്പീസ് എന്ന് പറയുന്നത് 5 പൈസയാണ്. ഇനി അടുത്തത് ഡാഷ് പൈസ ഈസ് ഈക്വൽ ടു റുപ്പീസ് 0.36. അപ്പോൾ 0.36 റുപ്പീസ് എന്ന് പറയുന്നത് എത്ര പൈസയാണ്? അപ്പോൾ ഇവിടെ റുപ്പീസിനെ പൈസയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെ നിന്ന് 2 places ഇങ്ങോട്ട് മാറി 36 പൈസ എന്നാവും. 36 പൈസയാണ് 0.36 റുപ്പീസ്. ഇനി അടുത്തത് 0.50 റുപ്പീസിനെ പൈസയാക്കണം. അപ്പോൾ എന്താ ചെയ്യുന്നത്? 0.50 ×
100 ചെയ്യും. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻറ്റ് 2 പ്ലേസസ് ഇങ്ങോട്ട് മാറി 50 പൈസ എന്നാവും. ഇനി അടുത്തത് 99 പൈസ ഈസ് ഇക്വൽ ടു ഡാഷ്. അപ്പോൾ ഇവിടെ പൈസയെ റുപ്പീസിലാക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഡിവിഷനാണ് ചെയ്യുന്നത്. 99/100. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് എന്ത് ചെയ്യും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് പോയി പോയിൻ്റ് ഇവിടെ വരും. അപ്പോൾ 0.99 റുപ്പീസ്. അടുത്തത് 250 പൈസയെ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിവിഷനാണ്. നമ്മുടെ ഡെസിമൽ പോയിൻ്റ് 2 പ്ലേസസ് മാറി ഇവിടെ വരും. അപ്പോൾ 2.50 റുപ്പീസ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. പൈസയെ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി റുപ്പീസിനെ പൈസയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് മൂവ് ആകും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 2 പ്ലേസസ് മൂവ് ആകും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ.